നമസ്കാരം. ദേവസൈനയിലേക്കും ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 22ലേക്കും സ്വാഗതം. ഉലൂഖലബന്ധനായ ശ്രീകൃഷ്ണൻ പുറത്ത് പുരോഭാഗത്തായി നിൽക്കുന്ന 2 മരുതുമരങ്ങളെ കടാക്ഷിച്ചു. പൂർവജന്മത്തിൽ കുബേരപുത്രന്മാരായിരുന്ന നളകൂബരമണിഗ്രീവന്മാരെന്ന അവർ ഐശ്വര്യാഹങ്കാര ദുർമതത്താൽ ശ്രീ നാരദ ശാപമേറ്റ് മരുതുവൃക്ഷങ്ങളായി ഭവിച്ചവരായിരുന്നു. ശ്രീ പരമേശ്വരന്റെ അന്തരംഗ ഭൃത്യനാണ് കുബേരൻ. കുബേരപുത്രന്മാരായ നളകൂബര മണിഗ്രീവന്മാരും അപ്രകാരം തന്നെ. എങ്കിലും പ്രാരബ്ധവശാൽ ഭക്തന്മാർക്ക് വേണ്ട വിനയ സൗശല്യാദി ഗുണങ്ങൾ അവർക്കില്ലാതെ പോയി. അതുമൂലം തങ്ങൾക്ക് തുല്യരായി ആരുമില്ലെന്ന് അഹങ്കരിച്ചു നടന്നു. 2 പേരും വാരുണി എന്ന കുപ്രസിദ്ധമായ മദ്യം ധാരാളം സേവിച്ച് മത്തരായി മന്ദാകിനി തീരത്തുള്ള കൈലാസോപവനത്തിൽ സ്ത്രീകളോട് ചേർന്ന് അശ്ലീല ഗാനങ്ങളും പാടി സഞ്ചരിച്ചു. അനന്തരം അവരോടുകൂടി നഗ്നരായി പരിപാവനമായ ഗംഗയിലിറങ്ങി ജലക്രീഡ ചെയ്തു. ശൗചം, ആചമനം, നിർമാല്യ വിസർജനം, മലകർഷണം, അഭംഗ്യം, സ്ത്രീക്രീഡ, പ്രതിഗ്രഹം, രതി, അന്യതീർത്ഥാഭിലാഷം, അന്യതീർത്ഥസ്തുതി, വസ്ത്രത്യാഗം, കയ്യടിക്കൽ, വധം എന്ന 13 ദുഷ്കൃത്യങ്ങൾ ഗംഗയിൽ ചെയ്യാൻ പാടില്ലാത്തവയാണെന്ന് അവർക്ക് അറിവില്ലാത്തവരായിരുന്നു താനും. ആ സമയം ആകാശത്തു കൂടി സഞ്ചരിച്ചിരുന്ന ശ്രീ നാരദ ഭഗവാൻ എതിർച്ചയാ അവരുടെ മുൻപിൽ വന്നിറങ്ങി. കുബേരപുത്രന്മാരെ കണ്ടയുടനെ അവരുടെ താൽക്കാലിക സ്ഥിതി എന്തെന്ന് നല്ലവണ്ണം അറിഞ്ഞു. സ്ത്രീകൾ ശ്രീ നാരദരുടെ ശാപത്തെ ഭയന്ന് പെട്ടെന്ന് കരയ്ക്ക് കയറി വസ്ത്രങ്ങൾ ധരിച്ചു. മതാന്ധരായ യക്ഷന്മാരാവട്ടെ ദേവർഷിയെ കണ്ടിട്ടും കൂടി നഗ്നരായി തന്നെ വെള്ളത്തിൽ നിന്നതേ ഉള്ളൂ. മതാന്ധരായ അവരെ നാശത്തിൽ നിന്നും ഉദ്ധരിക്കണമെന്നുള്ള കാരുണ്യത്തോടുകൂടി ആ പരാനുഗ്രഹ തൽപരൻ ഇപ്രകാരം പറഞ്ഞു: അഹോ കഷ്ടം! ശിവഭക്തനായ കുബേരന്റെ ഈ പുത്രന്മാർ ഇത്രത്തോളം അധപ്പതിച്ചു പോയല്ലോ. കുലശ്രേഷ്ഠത, സൗന്ദര്യം, കീർത്തി മുതലായവയിൽ അഭിമാനിക്കുന്നത് രജോ ഗുണത്തിന്റെ ലക്ഷണമാണ്. ആ അഭിമാനം അവിവേകിയെ അധപ്പതിപ്പിക്കുന്നു. എന്നാൽ ഐശ്വര്യമതം മറ്റെല്ലാത്തിനേക്കാൾ അധികം അപകടകരമാണ്. എന്തെന്നാൽ അത് ധർമ്മത്തിന്റെ 4 പാദങ്ങളായ സത്യം, ദയ, തപസ്, ശൗചം എന്നിവയെ നശിപ്പിച്ച് ആ സ്ഥാനത്ത് അധർമ്മത്തിന്റെ 4 പാദങ്ങളായ സ്ത്രീ സേവ, ചൂതുകളി, മദ്യപാനം, പ്രാണിഹിംസ എന്നിവയെ അഭിവൃദ്ധിപ്പെടുത്തുന്നു. ദോഹാഭിമാനി ദേഹത്തിന് ജരാമരണങ്ങൾ വരുമെന്ന കാര്യം ഓർമ്മിക്കുകയില്ല. ദേഹത്തിൽ അഭിമാനിച്ച് അതിനെ എത്ര തന്നെ നിഷ്കർഷിച്ച് പോഷിപ്പിച്ചാലും ഒടുവിൽ ജരാവ്യാധികളാൽ ജീർണിച്ച് ചത്തുവീഴുക തന്നെ ചെയ്യും. അതങ്ങനെ തന്നെ കിടന്നാൽ പുഴുക്കളായി പരിണമിക്കും. ജന്തുക്കൾ ഭക്ഷിച്ചാൽ വിഷ്ഠയായി തീരും. ദഹിപ്പിച്ചാൽ ഭസ്മമായി ഭവിക്കും. ഇത്ര നിസ്സാരവും നിശ്ചയമായും വിട്ടുപോകേണ്ടതുമായ ദേഹത്തിൽ അഭിമാനിച്ച് തത്പോഷണത്തിനായി അന്യപ്രാണികളെ ഹിംസിക്കുന്നവൻ തനിക്ക് തന്നെ മഹാദോഷമാണ് ചെയ്യുന്നത്. എന്തെന്നാൽ മരണാനന്തരം ഘോര നരക ദുഃഖമനുഭവിക്കണമല്ലോ. ഈ വിവേകം അല്പമെങ്കിലുമുള്ളവൻ വെറുതെ ഭൂതദ്രോഹം ചെയ്യുമോ? ഒരിക്കലുമില്ല. മരിച്ചതിന് ശേഷമുള്ള കാര്യം ഇരിക്കട്ടെ, ജീവിച്ചിരിക്കുന്ന കാലത്തായാലും ദേഹം തനിക്ക് സ്വന്തമാണോ എന്ന് ആലോചിക്കേണ്ടതാണ്. ഇതിൻ്റെ ഉടമസ്ഥൻ ഉൽപ്പാദിപ്പിച്ച പിതാവാണോ, പ്രസവിച്ച മാതാവാണോ, അതോ മാതാമഹനോ പിതാമഹനോ ആണോ? പ്രജാരക്ഷ ചെയ്യുന്ന രാജാവാണോ, ശമ്പളം തന്നു പോറ്റുന്ന യജമാനനാണോ, ഒടുവിൽ ഭക്ഷിച്ചു തീർക്കുന്ന അഗ്നിയാണോ, അഥവാ തിന്നു തീർക്കുന്ന നായ്ക്കളാണോ ആവോ? നിശ്ചയമില്ല. ഏതായാലും ദേഹം തൻ്റേതല്ല, നിശ്ചയം. അവകാശി ആരെന്ന് തീരുമാനിക്കപ്പെടാതെ തൽക്കാലത്തേക്ക് മാത്രം തൻ്റെ സ്വാധീനത്തിലിരിക്കുന്നതാണെന്ന് കരുതുന്നതാകും ശരി.
പരസ്യമായതിനെ സുഖിപ്പിക്കാൻ ഭൂതദ്രോഹം ചെയ്യുന്നതിൽ പരം മൂർഖതയുണ്ടോ?